അപ്പോൾ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കണ്ടില്ലേ നമ്മുടെ കടയിൽ നിന്നുണ്ടായിരുന്ന തിരക്കാണ്ട് ഈ കാണുന്നത്. പക്ഷെ നമ്മുടെ കട ഇന്ന് ഓപ്പൺ ആയത് മുതൽ, അതായത് വെളുപ്പിന് നമ്മൾ 4 മണിക്ക് കട ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം മുതലുള്ള കച്ചവടം, മീൻ നിരത്തുന്നതും എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മെയിൻ ഉള്ളടക്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കടയിൽ എന്തൊക്കെ മീൻ ഉണ്ടായിരുന്നു, എന്തൊക്കെ വിലയിലാണ് നമ്മൾ മീൻ വിറ്റ് എന്നുള്ളതാണ്. അപ്പോഴൊന്ന് പതിവിന് വിപരീതമായിട്ട് നമ്മളിന്ന് വെളുപ്പിന് 4 മണിക്ക് മുൻപ് തന്നെ കട തുറന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ കടയുടെ ആ ഒരു സമയത്ത് കടയുടെ അവസ്ഥ, അതായത് നമ്മുടെ തട്ടിന്റെ അവസ്ഥ ഈ കാണാനും ഒരു തരി മീൻ പോലും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ പതുക്കെ നമ്മളിങ്ങനെ കെട്ടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ കെട്ടിലെ മീനൊക്കെ ഉണ്ടത് ഈ കാണുന്നത്. ചെമ്മീൻ കെട്ടില് വലിയ കണമ്പാണ്ട് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് കണമ്പ് നമ്മൾ ഇന്ന് വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 540 രൂപയ്ക്കായിരുന്നു കേട്ടോ. നല്ല നാടനും കണമ്പ്, ഇത്രയും വലിപ്പമുള്ള കണമ്പ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടണം. അതായത് ഈ ഒരു സീസൺ ടൈമിലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭാഗ്യം തന്നെ ചെയ്യണം. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് നാടൻ കിണമ്പ് ഈസ്റ്ററിന് ഒന്ന് വിൽക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ 4:30 മണിയായിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഒന്ന് ഇണക്കി നിർത്തിയതിന് ശേഷം പതുക്കെയാണ് നമ്മൾ തട്ടിലോട്ട് മീനൊക്കെ എടുത്തിരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പതുക്കെയാണ്, അതായത് നമ്മൾ 4 മണിക്ക് കട തുറന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ തോമാസേട്ടൻ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ കടയിൽ നിന്ന് മീൻ വാങ്ങിക്കാൻ വരുന്നത്. അപ്പോൾ ഈ നാടൻ കിണമ്പ് തന്നെയാണ് നമ്മുടെ തോമാസേട്ടൻ. എൻ്റെ കൂട്ടുകാരൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ അപ്പച്ചനാണ് തോമാസേട്ടൻ. അപ്പോൾ ബർക്കത്തായിട്ട് ഇന്നത്തെ ആദ്യത്തെ കച്ചവടം നമ്മുടെ തോമാസേട്ടനാണ്. അപ്പോൾ നമ്മുടെ പാഞ്ചുവാപ്പനാണ് ഐശ്വര്യമായിട്ട് തോമാസേട്ടന് കണമ്പ് എടുത്ത് കൊടുക്കണം കേട്ടോ, നാടൻ കണമ്പ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, തോമാസേട്ടൻ കണ്ടിട്ട് ഈ ഒരു കണമ്പ് എടുക്കുന്നതിൻ്റെ ഉള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ കണമ്പാണെന്ന് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പുള്ളിക്കാരൻ ആ ഒരു മീൻ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മുടെ കടയിൽ നിന്ന് മീൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോമാസേട്ടനാണ്. അതും നല്ല നാടൻ കണമ്പ്, ഒന്നാം തരം നാടൻ. പിന്നെ അത് കൂടാണ്ട് ആ ഒരു സമയത്ത് നമ്മൾ നിരത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല നാടൻ വറ്റയായിരുന്നു. അങ്ങനെ പാഞ്ചുവാപ്പനും ഇതിനും കൂടി അടുത്ത ആ ഒരു നീല കൊട്ടയിൽ എന്ത് മീനാണെന്ന് നോക്കാട്ടോ. അടുത്ത മീൻ നിരത്താൻ പോകണം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണമ്പ് നിരത്തിയിട്ടുണ്ട്, വറ്റ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് എന്താണെന്ന് നോക്കട്ടെ. അടുത്തത് നമ്മളുടെ കണമ്പ് തന്നെയാണ്, സെക്കൻഡ് കണമ്പ്. അതായത് വലുത്, ഏറ്റവും വലുതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 540 രൂപ നമ്മൾ വിറ്റെന്ന് പറഞ്ഞത്. അപ്പോൾ സെക്കൻഡ് കണമ്പ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഇടുന്നു പറഞ്ഞാൽ നല്ല നാടൻ കരിമീനാണ്. അപ്പോൾ ഈ ഒരു സൈസ് കരിമീൻ നമ്മൾ ഇന്ന് വിറ്റ് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 600 രൂപയ്ക്കാണ് നാടൻ കണമ്പ്, നാടൻ കരിമീൻ. പിന്നെ കതിരാനുണ്ടായിരുന്നു. രാവിലെ വന്നവർക്കാണ് ഈ കതിരാനൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതായത് ഈ ഒരു സൈസ് കതിരാൻ നമ്മൾ ഇന്ന് വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 460 രൂപയ്ക്ക് ആയിരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ തട്ടിൽ കുറേ മീനൊക്കെ നിരന്നിട്ടുണ്ട്. കണമ്പുണ്ട്, പൂമീനുണ്ട്, ചെമ്പല്ലി. അടുത്തായിട്ട് ചെമ്പല്ലി, നാടൻ ചെമ്പല്ലി ഉണ്ടാ. ഈ ഒരു സൈസ് ചെമ്പല്ലി നമ്മൾ വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിന് 680, പിന്നെ വലുതിന് 700 രൂപയ്ക്കാണ് നമ്മളിന്ന് വിറ്റുണ്ടായിരുന്നു. അപ്പോൾ ഈ മീനുകളെല്ലാം രാവിലെ തന്നെ നിരത്തി നമ്മൾ തട്ടൊക്കെ ഒന്ന് സെറ്റാക്കിയത് പാഞ്ചുവാപ്പൻ തന്നെ ഉണ്ടാ. പാഞ്ചുവാപ്പൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് വലിയർമിൽ ഷോപ്പിലോട്ട് പോകും. അപ്പോൾ വെളുപ്പിനെ തന്നെ ആ തട്ടൊക്കെ സെറ്റാക്കിയിട്ട് പാഞ്ചുവാപ്പൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കടയിൽ നിന്ന് ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള മീനാണത് ഈ കാണുന്ന ചൂണ, അതായത് നമ്മുടെ കേര. അപ്പോൾ ഇതിൻ്റെ മീറ്റ് നമ്മൾ വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് മുറിച്ചാണ് വിറ്റത്. മുറിച്ചെന്ന് വെച്ചിട്ട് ഒരു കിലോയ്ക്ക് 400 രൂപ. അതായത് മീറ്റ് മാത്രം ഉണ്ടാവും, പീസ് കളഞ്ഞിട്ട് മീറ്റ് മാത്രം നമ്മളിന്ന് വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 രൂപക്കായിരുന്നു കിലോ. ഇത് കണ്ടില്ല, നല്ലൊരു കേക്കിൻ്റെ കഷ്ണം, ക്രിസ്മസിനൊക്കെ മുറിക്കുന്ന കേക്കിൻ്റെ കഷ്ണം പോലെ ഇരിക്കാറുണ്ട്. നല്ല ഒന്നാം തരം ടോപ്പ് കേരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കേരായിരുന്നു. അതിൻ്റെ മീറ്റിൻ്റെ ആ ഒരു ഇത് നോക്കി, സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ, ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല അടിപൊളി കേരായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ കേരാണ് നമ്മളിന്ന് ചെറുതിനേക്കാൾ കൂടുതൽ വലുതാണ് വിറ്റുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴേക്കും ഓരോരുത്തരായിട്ട് മീനും ചെമ്മീനും ഞണ്ടൊക്കെയായിട്ട് കൊണ്ടുവരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ചേട്ടൻ ഒരു ചാക്കാണ് തുറന്നിരിക്കുന്നത്. ചാക്കിൽ എന്താണെന്ന് നോക്കട്ടെ. ചാക്കിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒന്നാം തരം ഞണ്ടുകളായിരുന്നു, സാധാരണ ഞണ്ടുകളുണ്ടാ. ഇതിൽ പെൺഞണ്ടുണ്ടായിരുന്നു, ആൺഞണ്ടും കമ്മട്ടിക്കാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ചാക്കിൽ നല്ല അണക്കം കാണുന്നുണ്ട്. അപ്പോൾ അതിലെന്താണെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ പെപ്പഞ്ചേട്ടനാണ് ആ ചാക്ക് മറിക്കുന്നത്. ചാക്കിൽ ബോക്സിലോട്ട് ചൊരിഞ്ഞപ്പോഴുണ്ടോ നല്ല ഒന്നാം തരം ജീവനുള്ള കാളാഞ്ചികളായിരുന്നു. അതായത് നമ്മുടെ പുഴയിൽ കൂട് കൃഷി, അതായത് കായലിൽ തന്നെ ഉപ്പുവെള്ളത്തിൽ ഒഴുക്കിൽ വളർത്തി വലുതാക്കി എടുക്കുന്നത്. അത് ഫീഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റയായിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ചെറിയ ചെമ്മീനും, ഇവർക്ക് ചീനവലുണ്ട്. അപ്പോൾ ചീനവലിൽ ചെമ്മീനും ചെറുമീനുകളുമായിട്ടാണ് ഇവർ തീറ്റയായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വളർത്തി വലുതാക്കിയ കാളാഞ്ചികളാണ് ഈ കാണുന്നതെല്ലാം. നോക്കിയാൽ ഏകദേശം ഓരോന്നിനും 1.5 കിലോ, 2 കിലോ, 2.5 കിലോ സൈസ് വരുന്ന കാളാഞ്ചികളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ പോയ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളാഞ്ചിയും കരിമീനും പിന്നെ ഈ കാണുന്ന കേര പോലുള്ള മീനുകളായിരുന്നു. പിന്നെ തിരുതി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പൂമീൻ, വലുപ്പമുള്ള പൂമീൻ നമ്മളിന്ന് വിറ്റ് വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 340 രൂപയ്ക്കായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കച്ചവടക്കാരായ ചേച്ചിമാരും
അല്ലാത്തവർ നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സൊക്കെ വന്നു തുടങ്ങി നേരെയൊക്കെ വെളുത്ത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ നേരം വെളുത്ത പോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് നല്ല തിരക്കായിരുന്നുണ്ട്. അപ്പോൾ രാവിലെ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സും കച്ചവടക്കാരും ഉണ്ട്, റീറ്റെയിൽ കസ്റ്റമേഴ്സും വന്നു തുടങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിട്ടത് ക്ലീൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ക്യൂ ആയിരുന്നു ക്ലീൻ ചെയ്യാനായിട്ട്. നമ്മളുടെ കടയിൽ നിന്നുണ്ടായിരുന്നു വെച്ചാൽ 4 പേരാണ് ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും കുറേ പേർക്ക് നല്ലോണം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യം വെയിറ്റിംഗ് പീരീഡൊക്കെ നമ്മൾ കുറയ്ക്കുന്നുള്ളത്. പക്ഷേ ഇത്തവണയും നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നായിരുന്നു. സോറി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ചേട്ടൻ്റെ വലയിൽ കിട്ടിയ കാളാഞ്ചിയായിട്ട് വന്നിട്ടുണ്ടാ. അപ്പോൾ ഏകദേശം ഒരു 6,600 തൂക്കുണ്ടായിരുന്നു. 6 കിലോ 600 ഗ്രാം തൂക്കുള്ളൊരു കാളാഞ്ചിനുണ്ട് ഈ ചേട്ടൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കി, അടിപൊളി നാടൻ കാളാഞ്ചി. ഇന്ന് കിട്ടിയ വലുപ്പമുള്ള കാളാഞ്ചി ഇതാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വേറൊരു ഐറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ നമ്മൾ അപ്പം തന്നെ വില ഇട്ടിട്ട് ആ ചേട്ടന് കൈയോടെ തന്നെ ക്യാഷ് കൊടുക്കുന്ന ഒരു രംഗോട്ടെന്നെങ്കിലും കാണാം. അപ്പോൾ അപ്പച്ചനാണ് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം തന്നെ പൈസ അച്ഛൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിന്ന് തിരിയാൻ പോലും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കണ്ടില്ലേ എന്തോരം ഒരു ടൈം അറ്റ് എ ടൈം 19 കസ്റ്റമേഴ്സോളം നമുക്ക് ഉണ്ടായിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ മീൻ കട്ട് ചെയ്യാനായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഏകദേശം ഒരു 15-16 പേരോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് തിരക്കായിരുന്നു. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയ്ക്ക് തിരക്കുണ്ടാവുന്നു. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ആയിരുന്നു. നമ്മളുടെ ഇന്നത്തെ കച്ചവടം നല്ല രീതിക്ക് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇന്ന് നമുക്ക് എല്ലാ വെറൈറ്റി മീനൊക്കെ ഉണ്ടായിരുന്നു. ഒരു തിരുതി ഉണ്ടായിരുന്നു, കണമ്പുണ്ടായിരുന്നു, ചെറിയ കണമ്പ്, വലിയ കണമ്പ്, പിന്നെ ചെറിയ തിരുത, വലിയ തിരുത, ചെറിയ കാളാഞ്ചി, വലിയ കാളാഞ്ചി, ചെറിയ ചെമ്പല്ലി, വലിയ ചെമ്പല്ലി, കണ്ട അങ്ങനെ ഇഷ്ടം പോലെ മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു കാളാഞ്ചി ഞാൻ നേരത്തെ പറഞ്ഞില്ല വേറൊരു ഐറ്റം പിന്നെ നിന്ന് അതാണ് ഈ കാളാഞ്ചി. നല്ല ജീവനുള്ള ഒരു കാളാഞ്ചി. ഏകദേശം ഒരു 9,400 തൂക്കം വരുന്ന ഒരു കാളാഞ്ചിയാണ് ഉണ്ടാക്കേണ്ടത്. ആ കാളാഞ്ചിക്ക് ജീവനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് എടുത്ത് പൊക്കാനായിട്ട് ശ്രമിച്ചതാണ്. പക്ഷേ പെടച്ച് ആശാൻ നിലത്തേക്ക് വീണായിരുന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നും. അത്രയ്ക്ക് ശൗര്യം അത്രയ്ക്ക് എനർജറ്റിക് ആയിട്ടുണ്ടായിരുന്നൊരു കാളാഞ്ചിയായിരുന്നു. അപ്പോൾ ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാലിനൊരു പോർഷൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചതിനെ വായിൽ അങ്ങോട്ട് പിടിച്ചിട്ട് പിടിവിടില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഞാൻ പിടിച്ച് നിന്നിട്ടാ. നോക്കി എന്താ സൈസ് നോക്കി, 9,400 തൂക്കുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ചലഞ്ചിലെ മിനിമം വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കിലോ ആണ്. പക്ഷേ ഇത് ആ ഒരു ചലഞ്ചിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാരണം ഇതൊരു 9,400 തൂക്കുള്ള ഒരു കാളാഞ്ചിയാണ്. സംഭവം ഞാനൊരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടി ഇതിൻ്റെ മുള്ള എൻ്റെ കയ്യിൽ കീറിയിട്ട് കൈയൊന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് അടുത്തതായിട്ട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നാടൻ വറ്റകളാണ് കേട്ടോ. നോക്കി സൂപ്പർ വറ്റ. ഈ ഒരു സൈസ് എന്താ സൈസ് നോക്കി, 1 കിലോ ഏകദേശം 1 കിലോ താഴെ തൂക്കമുള്ള നാടൻ വറ്റ. അപ്പോൾ ഈ ഒരു സമയത്ത് നാടൻ മീനുകൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ ആ ഒരു ഒറ്റ വന്നപ്പോൾ തന്നെ ഇഷ്ടംപോലെ പേരുണ്ടോ കൈയോടത്തിന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കാളാഞ്ചിയുടെ ലൈവ് വീഡിയോ ഞാൻ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്മുടെ ചാനലിലും നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു ആ കാളാഞ്ചി ഞങ്ങൾ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ആ കാളാഞ്ചി അപ്പം തന്നെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു വീഡിയോ നാളെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ കച്ചവടം തകർത്തായിരുന്നു കേട്ടോ.